നമസ്കാരം. ഞാൻ നിമേഷ് താനൂർ, പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് കിങ് ഓഫ് കൊത്ത എന്ന സിനിമയുടെ ലൊക്കേഷൻ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. കിങ് ഓഫ് കൊത്ത സിനിമയുടെ ഡയറക്ടർ അഭിലാഷ് ജോഷിയാണ്. ജോഷി സാറിൻ്റെ മകനാണ്. അപ്പം ആ സിനിമയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് കോള് വരുന്നത് ജോഷി സാറാണ് പറയുന്നത്, അബിയുടെ പടമുണ്ട്, അത് നീ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം ജോഷി സാറിൻ്റെ പാപ്പൻ ചെയ്യുന്ന ലൊക്കേഷനിൽ നിന്നാണ് എന്നോട് ഇത് പറഞ്ഞത്, നീ അത് ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെ അഭിലാഷ് ജോഷി പറഞ്ഞ സ്ക്രിപ്റ്റ് കേൾക്കാനായിട്ട് വീട്ടിലേക്ക് വിളിച്ചു. ഞാനും അന്ന് ക്യാമറാമാൻ വേറൊരാളായിരുന്നു, ക്യാമറാമാനും ആയിരുന്നു സ്ക്രിപ്റ്റ് കേട്ടത്. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അതും ഇതുപോലെ വർഷങ്ങൾക്ക് എന്താ പറയുക, ഒരു ടൈം പീരിയഡ് പറയുന്നുണ്ട്. കാലഘട്ടം 1980 അതിൻ്റെ കാലഘട്ടം. 80 മുതൽ ഒരു 90s വരെയുള്ള 95 വരെയുള്ള ഒരു കാലഘട്ടമാണ് ആ സിനിമയുടെ കഥ നടക്കുന്നത്. കിങ് ഓഫ് കൊത്തയിൽ കൊത്ത എന്ന് പറഞ്ഞൊരു സ്ഥലം സ്ക്രിപ്റ്റ് കേട്ടപ്പം നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പ് അല്ല. നമ്മൾ കേരളത്തിൽ എവിടെയും കാണാത്തൊരു രീതി ആ ടൗൺഷിപ്പിന് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ കാരണം ആ കഥ പറയുന്നത് കറക്റ്റായിട്ടൊരു റിയലിസ്റ്റിക് ആയിട്ടല്ല കഥ പറയുന്നത്. സിനിമ രണ്ട് രീതിയിൽ പറയാമല്ലോ. ഒന്ന് റിയലിസ്റ്റിക് ആയിട്ടും പറയാം, അല്ലാതെ പക്ക ഇതല്ലാതൊരു വേർഷനിലും നമുക്ക് സിനിമ പറയാം. അപ്പം കിങ് ഓഫ് കൊത്തയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്ന് റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് സെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ശ്രമിച്ചിട്ടുള്ളത്. അപ്പം 1980 കാലഘട്ടം പറഞ്ഞപ്പം അതൊരു അധോലോക കഥ പറയുന്നത്, അല്ലെങ്കിൽ അണ്ടർവേൾഡ് സ്റ്റോറി, ഗാങ്സ്റ്റർ കഥ പറയുമ്പോൾ അതിന് പറ്റിയൊരു ടൗൺഷിപ്പ് ആയിരിക്കണം. അതേപോലെ അതിൻ്റെ സ്ട്രക്ചർ വൈസും കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണം എന്ന് ഡയറക്ടറും ക്യാമറാമാനും ഞാനും കൂടെ ഒന്ന് സംസാരിച്ച് തീരുമാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 83 അല്ലെങ്കിൽ 80 ശേഷമുള്ള കാലഘട്ടം പറയണത് കൊത്തയുടെ നല്ല ഒരു കാലവും അതിനുശേഷം കൊത്തയുടെ കുറച്ച് മോശമായിട്ടുള്ള കാലം. രണ്ട് കാലഘട്ടത്തിലും രണ്ട് സ്വഭാവമാണ് ആ കിങ് ഓഫ് കൊത്തയ്ക്കുള്ള ഒരു രീതി. അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് മംഗലാപുരം, ഉടുപ്പി, അതേപോലെ കർണാടക സൈഡിലാണ് പോയിട്ടുള്ളത്. ഉടുപ്പി, കുന്താപുര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി. അത് കാരണം അവിടെ ഇപ്പോഴും കേരളത്തിൻ്റെ ഒരു കൾച്ചറുണ്ട്, എന്നാൽ പക്ക കേരളം അല്ലാത്ത ഒരു ഇത്. അവിടെ കണ്ട ലൊക്കേഷൻസ് പലതും നമുക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ദുൽഖറിനെ വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രയാസവും, പിന്നെ ഇവിടെ നിന്നുള്ള ആർട്ടിസ്റ്റുകളും എല്ലാവരെയും അവിടെ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഉള്ളൊരു ബഡ്ജറ്റ് വൈസ് ഉള്ള പ്രശ്നങ്ങളും ആലോചിച്ചപ്പോഴാണ് നമ്മൾ അവിടെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അതേപോലെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത്, അത് കഴിഞ്ഞ് കന്യാകുമാരിയാണ്. നാഗർകോവിൽ, കന്യാകുമാരി കണ്ടു. അപ്പം അവിടെയൊന്നും അതിനെ പറ്റിയൊരു സ്ഥലം ലഭിച്ചിട്ടില്ല. ഒന്നോ രണ്ടോ ബിൽഡിങ്സോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ട്രീറ്റുകളോ മറ്റോ ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഗാങ്സ്റ്റർ കഥകളാവുമ്പം വില്ലനും നായകനും അവരുടെ പരിവാരങ്ങളും എല്ലാം ഉള്ള ഒരു വൈഡർ ഏരിയ ആണ് പറയുന്നത്. അപ്പം അവരുടെയൊക്കെ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ലൊക്കേഷൻസുകൾ നമുക്ക് വേണം, അല്ലെങ്കിൽ അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ നോക്കുമ്പം നാഗർകോവിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളിലും നോക്കിയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്തത് തൂത്തുക്കുടി ഒന്ന് ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തൂത്തുക്കുടി ലൊക്കേഷൻ കാണാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് പ്ലാൻ മാറുന്നത്. നമുക്കൊന്ന് മധുര, രാമേശ്വരം ഈ സ്ഥലങ്ങളിലൊന്ന് പോയാലോ എന്ന് പറയുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനും ഡയറക്ടർ അഭിലാഷ് ജോഷിയും നിമിഷ് രവിയും കൂടെ മധുര, കാരക്കുടി, ട്രിച്ചിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ കറങ്ങി. പക്ഷെ കൊത്ത എവിടെയും കിട്ടിയില്ല. ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്ക് ആ ലൊക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം മാസങ്ങൾ എടുത്തിട്ടുണ്ട് ഈ മധുരയിലേക്ക് എത്തുമ്പം. ലൊക്കേഷൻ കാഴ്ചകൾ അതിൻ്റെ മുന്നേ, അല്ലെങ്കിൽ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൻ്റെ മുന്നേ ഒരുപാട് സ്ഥലങ്ങൾ, കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളും നോക്കി. അപ്പോൾ ഒന്ന് കൊത്ത എന്ന് പറയുന്നതിനെ ഒരു സെപ്പറേറ്റ് ചെയ്ത് നിൽക്കണം ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ മലയാളികൾ കണ്ടുപരിചയമുള്ള ഒരു സ്ഥലം ആകരുത്. അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി അത് ചെയ്യാം, ഫോർട്ട് കൊച്ചിയോ അല്ലെങ്കിൽ മട്ടാഞ്ചേരിയോ അത് ചെയ്യാം. അത് ചെയ്യുമ്പോൾ അത് കൊത്തയായിട്ട് മാറില്ലോ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ മാറി ചിന്തിച്ചത്. ഈ കൊത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൽ മധുര, രാമേശ്വരം ഭാഗങ്ങളിൽ നോക്കുമ്പോൾ ഒരു 4-5 ദിവസമായിട്ട് കറങ്ങിയിട്ട് എവിടെയും കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ സെറ്റ് ഇടാൻ പറ്റിയ സ്ഥലങ്ങളായി അന്വേഷണം. അങ്ങനെ
സെറ്റിടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം അന്വേഷിച്ചിട്ടും ദിവസങ്ങളെടുത്തു. അങ്ങനെ പോകുന്ന വഴിക്ക് കാരക്കുടിയിൽ നിന്ന് ട്രിച്ചിയിലേക്ക് പോകുന്ന വഴിക്ക് വെറുതെ പോകുമ്പോൾ പെട്ടെന്ന് ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. ഒരു ആൽമരവും അതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള മൃഗങ്ങളും ആടും പശുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു വേറൊരു അന്തരീക്ഷമുള്ള ഒരു കുളത്തിൻ്റെ സൈഡിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്തോ ബ്രേക്ക് തോന്നി, എന്തോ സ്ട്രൈക്ക് ചെയ്ത് തോന്നി അവിടെ എന്തോ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഡയറക്ടറും ഞാനും രണ്ട് സൈഡിൽ നിന്ന് ഇറങ്ങി ഇവിടെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പരസ്പരം മുഖത്ത് നോക്കി. അപ്പം തന്നെ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ തന്നെ സ്പോട്ടിൽ ഫിക്സ് ചെയ്തു ഈ കൊത്ത ഇവിടെ നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ. അപ്പം കൊത്തയുടെ സെറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയുള്ള പരിപാടിയിലേക്ക് വന്നു. എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച് അഭിലാഷ് ജോഷി സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു കാര്യം, ഒരു തടസ്സം വന്നിരുന്നു. കാരണം ആ സിനിമയിൽ ആർട്ട് ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനറോ ആപ്റ്റാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ സൈഡിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ആൾക്കാരെ താല്പര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് അഭിലാഷ് ജോഷി പറഞ്ഞു, എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് കുറച്ച് സമയം തരണം എന്ന് പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഫ്ലോയിലേക്ക് വന്നു. സെറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. സെറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ചൊരു 10-15 ദിവസം നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു സെറ്റ് ഇട്ടതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം. കൊത്ത എന്ന ഈ ഒരു സ്ട്രീറ്റിലേക്ക് ഷൂട്ടിന് വരുന്ന അന്ന് ദുൽഖർ വന്ന് ഫസ്റ്റ് ഈ സെറ്റിലേക്ക് എത്തുന്നു. ആ സെറ്റ് കണ്ടിട്ട് ഡയറക്ടറോട് ചോദിച്ചു, ഇത് ഇപ്പം സെറ്റാണോ അതോ ഒറിജിനൽ ഏതാണ് സെറ്റാണെന്നുള്ളത് തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആളെവിടെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പരിചയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്നെ ഗംഭീരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഓക്കെ എന്ന് പറഞ്ഞ് ഷൂട്ട് മുന്നോട്ട് പോയി. കൊത്തയിൽ ഈ വില്ലൻ്റെ ഗ്യാങ്ങിൻ്റെ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് കാസിനോ എന്ന് പറഞ്ഞൊരു ക്ലബ്ബായിട്ടാണ്. കാസിനോ ഹോട്ടലോ മറ്റുള്ള ഒന്നല്ല ഉദ്ദേശിച്ചത്. ആ ക്ലബിൻ്റെ പേര് കാസിനോ എന്നാണ്. അവിടെ മറ്റുള്ള പല പരിപാടികളാണ് നടക്കുന്നത്, സ്മഗ്ലിങ്ങും മറ്റുള്ളതൊക്കെ ആയിട്ട്. കാസിനോ ക്ലബിന് വേണ്ടിയിട്ട് അന്വേഷിച്ചു, കുറേ നടന്നു. രാമേശ്വരം ഒരു ബിൽഡിങ്ങാണ് ആദ്യം കണ്ടത്. ആ ബിൽഡിങ് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഷൂട്ടിന് കിട്ടില്ല എന്ന് വന്നു. അങ്ങനെ അത് കാരക്കുടി തന്നെയുള്ള ഒരു വീട് കണ്ടു. ആ വീടിൻ്റെ പോർഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ കാസിനോ ക്ലബ്ബ് ഏകദേശം 4 ലൊക്കേഷനിലായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആ സിനിമയിൽ കാസിനോ ക്ലബ്ബായിട്ടുള്ളത്. ആ കാസിനോ ക്ലബിൻ്റെ എക്സ്റ്റീരിയർ ഭാഗം രാമേശ്വരത്തുള്ള PWD ഗസ്റ്റ് ഹൗസാണ് ഷൂട്ട് ചെയ്തത്, എക്സ്റ്റീരിയർ ഭാഗം. അതിനും ഫ്രണ്ട് പോർഷൻ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് എക്സ്റ്റീരിയർ കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ബിൽഡിംഗ് കാരക്കുടിയുള്ള ഒരു ചെട്ടിയാർ ബംഗ്ലാവാണ്. അതിലാണ് അതിൻ്റെ നടുത്തളം മുഴുവൻ ഷൂട്ട് ചെയ്തത്. ഇത് കഴിഞ്ഞ് ഇതിന്ന് പോകുന്ന വില്ലൻ്റെ ഓഫീസ് നിൽക്കുന്നത് വീണ്ടും രായവരത്തുള്ള വേറൊരു വീടാണ്. അതിനകത്താണ് വില്ലൻ്റെ ഓഫീസിൻ്റെ പോർഷനൊക്കെ. ഈ ഒരു ക്ലബിൻ്റെ ഷൂട്ടിംഗ് ഏരിയ ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ ഓഫീസിൽ നിന്ന് ഒരു അണ്ടർ പാസേജ് ഒക്കെ ഉണ്ട്. അണ്ടർ പാസേജ് കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് വന്ന നായകനും വില്ലനും ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു ഏരിയ നമ്മൾ ഷൂട്ട് ചെയ്തത് എറണാകുളത്തുള്ള FACTയിലുള്ള ഒരു തിയേറ്ററിനകത്ത് ഗോഡൗൺ സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കാസിനോ ക്ലബ്ബ് ഒരു 4 ലൊക്കേഷൻ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സിംഗിൾ ലൊക്കേഷനാണ് കാസിനോ. അത് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകുന്ന രീതിയിലല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊത്തയിലെ കൊത്ത കാർണിവൽ ആയിട്ടാണ് നമ്മൾ അതിലൊരു സോങ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ആ സോങ് ആദ്യം ഇൻഡോറിൽ പ്ലാൻ ചെയ്തതാണ്. പിന്നീടാണ് ആ സോങ് കേട്ടപ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്ഡോർ തന്നെ സെറ്റ് ചെയ്ത് ചെയ്യാം എന്നുള്ളത് തീരുമാനമാകുന്നതും. അപ്പം രാമനാഥപുരം പാലസ്, ആ പാലസിനോട് ചേർന്നിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയയിലാണ്, പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ സോങ്ങിൽ നമ്മൾ ചെയ്തത് കണ്ടിട്ട് ആ പാലസിലെ രാജാവ് ഒരു ദിവസം അവിടുത്തെ അയാളുടെ ഒരു പണിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ രാജാവ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളൂ, കോമഡിക്ക് വേണ്ടി പറയും രാജാവ് വിളിക്കുന്നു പറഞ്ഞിട്ട് കേൾക്കുന്നത്. അപ്പം ആദ്യം ചിരിയൊക്കെ വന്നു. അപ്പം സത്യത്തിൽ അവിടെ ഇപ്പോഴും രാമനാഥപുരം പാലസിൽ ഇപ്പോഴും രാജാവുണ്ട്. രാജാവ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രതീക്ഷിച്ചത് ഭയങ്കര ആടാഭരണവും ഇതൊക്കെ ആയിട്ട് വലിയൊരു ആളായിരിക്കും എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ചെറുപ്പക്കാരനായിട്ടുള്ള 10-28 വയസ്സായിട്ടുള്ളൊരു പയ്യനാണ്. സോങ്ങിന് വേണ്ടിയിട്ട് അതിൽ ചെറിയൊരു മണ്ഡപം ചെയ്തിട്ടുണ്ട്. ആ മണ്ഡപം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് പുള്ളി എന്നെ വിളിപ്പിച്ചിട്ടുള്ളത്, അവിടെ സ്റ്റാഫിനെ കൊണ്ട് വിളിപ്പിച്ചിട്ടുള്ളത്.
അപ്പോൾ പുള്ളിയായിട്ട് വെറുതെ ഒന്ന് പരിചയപ്പെടാനാണ് എന്നെ വിളിച്ച് സംസാരിച്ച് ഇരിക്കുമ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം രാജാവിൻ്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9955444222. ഇതിൽ നായകന്റെ പീരിയഡ് കാണിക്കുന്ന ഇപ്പോഴത്തെ പ്രസന്റ് കാലഘട്ടം കാണിക്കുന്നത് ഷിംലയിലാണ് ഇയാൾ ആപ്പിൾ ബിസിനസ് നടക്കുന്ന ഒരു ഇത്. അപ്പം ഡയറക്ടർ ഞങ്ങൾ സംസാരിച്ച സമയത്ത് ആപ്പിളുള്ള ഒരു സമയമല്ല, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം ആപ്പിളിൻ്റെ സീസൺ കഴിഞ്ഞ് പൂവിടാൻ തുടങ്ങുന്ന ഒരു കാലമാണ്. അപ്പം ഷിംല ആപ്പിൾ ഫാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളത് ഷിംലയിലല്ല ഷൂട്ട് ചെയ്തത്, കുളു മണാലിയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആപ്പിള് നമ്മൾ മരത്തിലേക്ക് ആപ്പിൾ വാങ്ങിച്ചിട്ട് കെട്ടിവെച്ച് അങ്ങനെ ഒരു തോട്ടം ആക്കുകയാണ് ചെയ്തത്. ആപ്പിൾ കെട്ടിയിട്ട് ആപ്പിൾ തോട്ടം ആക്കിയതാണ്, അത് ക്രിയേറ്റ് ചെയ്തൊരു ആപ്പിൾ തോട്ടമായിരുന്നു. എനിക്ക് ഉണ്ടായൊരു അനുഭവം, നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇവിടുന്ന് ഫ്ലൈറ്റിന് ഡൽഹിയിലെത്തി, ഡൽഹിയിൽ നിന്ന് ഒരു കാറിനാണ് നമ്മൾ കുളു മണാലിയിലേക്ക് പോകുന്നത്. രാത്രി ലേറ്റായിട്ടാണ് അവിടെ ഫ്ലൈറ്റ് എത്തിയതും അവിടുന്ന് പോകുന്നതും. ഏകദേശം ഒരു 12 മണിക്കാണ് നമ്മൾ ഫ്ലൈറ്റ് അവിടെ എത്തിയിട്ടുള്ളത്. അവിടുന്ന് കാറിന് കയറി കുളു മണാലി ലൊക്കേഷൻ കാണാൻ വേണ്ടി പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് ലുധിയാനയ്ക്കും ഇടയിലുള്ള കുറച്ച് പോർഷൻ ഹരിയാന കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഹരിയാന സ്റ്റേറ്റിലേക്ക് പോകുമ്പം ഹൽദിറാം കമ്പനിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. കാട് പിടിച്ചൊരു സ്ഥലമാണ്, വളരെ കുറവാണ് ഈ കടകളും മറ്റുമൊക്കെ ഉള്ളത്. നല്ല നാഷണൽ ഹൈവേ ആണ്. പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് സീറ്റിൽ ഞാനും ഡ്രൈവറും എൻ്റെ തൊട്ട് പുറകിൽ ഡയറക്ടറും അതിൻ്റെ ഇപ്പുറത്ത് ക്യാമറാമാനും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഏകദേശം 10 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിപ്പെടാൻ, ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് എത്തിപ്പെടാൻ. അപ്പം എല്ലാവരും ഉറങ്ങാമെന്നുള്ള മൂഡിൽ തന്നെയാണ്. ഡയറക്ടറും ക്യാമറാമാനും ഒക്കെ നല്ല ഉറക്കമാണ്. ഞാൻ മുന്നിലായതുകൊണ്ട് ഡ്രൈവർ ഉറങ്ങരുത്, എനിക്കും കറക്റ്റ് ഉറക്കം ശരിയല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇടയ്ക്ക് ചായ കുടിക്കാൻ നിർത്തുന്നുണ്ട്, മൂത്രമൊഴിക്കാൻ നിർത്തുന്നുണ്ട്. ഇതെല്ലാം ഞാനും ഡ്രൈവറും മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്തെത്തിയപ്പം ഇയാൾ എന്തിനോ ഒരു ആവശ്യത്തിന് ഇറങ്ങിപ്പോയി. അപ്പം ഞാനിപ്പുറ സൈഡിലൂടെ ഒന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങി. അപ്പം യാത്രയിലുള്ള വേഷം എന്ന് പറഞ്ഞാൽ ടീഷർട്ടും 3/4 ഇട്ടിട്ടാണ് പോയത്. മൊബൈലും പേഴ്സും എല്ലാം അഴിച്ച് ചെറിയൊരു പോക്കറ്റ് ബാഗിനകത്ത് വെച്ച് ാണ് യാത്ര തുടരുന്നത്. കാരണം ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ, രാവിലെ ആകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ. 5 മണി ആകുമ്പോഴേക്കാണ് നമ്മൾ ഉദ്ദേശിച്ച ലൊക്കേഷനിലേക്ക് എത്തുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ വേറെ ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് പേഴ്സോ മൊബൈലോ ഒന്നുമില്ല, എല്ലാം ബാഗിനകത്ത് വെച്ച് ഒരു ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഈ കാട്ടിൻ്റെ ഇടയിലൊരു വണ്ടി നിർത്തി ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങി. പെട്ടെന്ന് ഈ കാറെടുത്ത് ഡ്രൈവർ ഒരു പോക്ക് പോയി. അപ്പം ഈ ആരെയും കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമൊന്നുമില്ല, കാരണം ഫോണില്ല, പേഴ്സില്ല, ഒന്നുമില്ല. ഞാൻ മൂത്രമൊഴിച്ച് കഴിഞ്ഞ് നേരെ ഈ ഒച്ചപ്പാടുണ്ടാക്കി കാറിൻ്റെ പുറകെ കുറച്ച് ഓടി. കാറ് നിർത്തിയില്ല, കാറ് വിട്ട്. അപ്പം ഇത് ഡ്രൈവറും ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ കയറിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. പക്ഷേ ഡയറക്ടറും ക്യാമറമാനും എല്ലാം ഉറക്കത്തിലാണ്. കുറേ കഴിഞ്ഞപ്പം ഇയാളെന്തോ ബ്രേക്ക് ചെയ്തപ്പം പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പം ക്യാമറമാൻ ചോദിച്ചു എവിടെ നിമേഷേട്ടൻ എവിടെ എന്ന് ചോദിച്ചു. ഞാൻ എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഞാൻ എവിടെയെന്നുള്ളത്. ഞാൻ ഈ റോട്ടിൽ ഇങ്ങനെ ഈ കാട്ടിലൂടെ നടന്ന് പോവുകയാണ്. കാറ് എവിടെയെങ്കിലും എത്തുമല്ലോ എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഉണ്ട് കുറേ ദൂരത്തുനിന്ന് 2 ഹെഡ്ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു പ്രതീക്ഷയുടെ. അങ്ങനെ വന്ന് തന്നെ കൂട്ടിക്കൊണ്ട് ഇത് ഈ കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായിരിക്കില്ല, പക്ഷേ ഒന്നുമില്ലാതെ ഏതോ ഒരു നാട്ടിലെത്തുമ്പോൾ ഒരു കാട്ടിനകത്ത് വിട്ട് കഴിഞ്ഞുള്ളൊരവസ്ഥ ഒരു ഭീകരമായൊരു അനുഭവമാണ്. ലൊക്കേഷൻ കാണലിലെ ഏറ്റവും എന്താ പറയുക മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനമാണ്. കൊത്ത എന്ന് പറഞ്ഞ സിനിമയിൽ പല സ്ഥലങ്ങളും മൊത്തം സെറ്റാണെങ്കിൽ പോലും ആ സെറ്റിട്ടത് ഒരു നിശ്ചിത ഒരു സ്ഥലത്ത് മാത്രമല്ല. നമ്മൾ കൊത്ത ക്രിയേറ്റ് ചെയ്തത് രായവരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാരക്കുടിയിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ പോയിട്ടാണ്. ഇതിൽ വില്ലൻ്റെ വീട് ഷൂട്ട് ചെയ്യുന്നത് ശിവഗംഗ എന്ന് പറയുന്നത് 120 കിലോമീറ്ററാണ് രായവരത്തുനിന്ന് ശിവഗംഗയിലേക്കുള്ളത്. അതേപോലെ ഇതിലെ വില്ലൻ്റെ അനിയനായിട്ട് വരുന്ന കഥാപാത്രമായിട്ടുള്ള ചെറിയൊരു ഫൈറ്റിൻ്റെ തുടക്കം വെച്ചിട്ടുള്ളത് മധുരയിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ വേറെ സൈഡിലേക്ക് പോയിട്ട് ഉള്ളൊരു സ്ഥലമാണ് അത് ഷൂട്ട് ചെയ്തത്. അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം
രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. വളരെ കുറഞ്ഞ ഒരു സമയത്ത് ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നൊരു സമയം UP ആണ് പറയുന്നത്. നമ്മളത് UPയിലല്ല ചെയ്തത്, ഡൽഹിയിൽ ആണത് സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തത്. ആ ഒരു ടെറസിൻ്റെ മുകളിലാണ് ഒരു ഇരിക്കുന്ന ഒരു പോർഷനും മറ്റൊക്കെ ആയിട്ട് ഡൽഹി ജുമാ മസ്ജിദിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിലാണ് ആ സ്ട്രീറ്റ്, ഈ UP സ്ട്രീറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ വില്ലൻ്റെ പോർഷനും അയാളുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ഏരിയ എല്ലാം ഡൽഹിയിലാണ് ചെയ്തിട്ടുള്ളത്. ലൊക്കേഷൻ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ UP ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഡൽഹിയിൽ കണ്ടു. ഡൽഹി നമുക്ക് ഓക്കെയാണ്, പക്ഷേ ഡൽഹി അടിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറകെ നമ്മൾ വേറൊരു സ്ഥലം ചണ്ഡീഗഡും അതേപോലെ ചണ്ഡീഗഡും ലുധിയാന ഇങ്ങനെയുള്ള 2 സ്ഥലങ്ങളിലാണ് നമ്മൾ പിന്നീട് ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയത്. ലുധിയാനയും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ട്രീറ്റ് എനിക്ക് തോന്നിയത് ലുധിയാനയിലുള്ള പല ഗല്ലീസാണ്. വളരെ ഭംഗിയുള്ളതും അതേപോലെ പല സിനിമകളിൽ ഇതുവരെ കാണാത്ത ഒരു സ്ട്രീറ്റ് ലുധിയാനയിൽ നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയപ്പം അവിടുത്തെ ലോക്കലായിട്ടുള്ള മാനേജർ സ്കൂട്ടറിലൊക്കെയാണ് നമ്മൾ ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയത്. അതേപോലെ കുറേ സൈക്കിളിൽ പോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ വണ്ടികളൊന്നും അത്രയും തിരക്കുള്ള സ്ഥലങ്ങൾ ഉണ്ട്, വീതി കുറഞ്ഞ ഗല്ലീസും. അത് UPയുടെ ഒരു സ്ട്രക്ചർ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അത്രയും അണ്ടറായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ വേണം എന്നുള്ള ആഗ്രഹത്തിൽ പോയി കാണാൻ പറ്റിയത്. പക്ഷെ സിനിമയിൽ അതൊന്നുമില്ല. അതൊരു നല്ലൊരു രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അത്. നായകൻ്റെ വീടായിട്ട് കാണിക്കുന്നൊരു വീട് അതിലെ തത്തമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കാരക്കുടിക്കടുത്ത്. തത്തമംഗലം, കൊത്തമംഗലം എന്നൊക്കെ ഒക്കെ മംഗലങ്ങളാണ് അവിടെ കുറച്ച് ഏരിയകൾ. അപ്പോൾ അതിൽ തത്തമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിലെ നായകൻ്റെ വീട് ചെയ്തിട്ടുള്ളത്. നായകൻ്റെ വീടും ഒരു എക്സ്റ്റീരിയർ ബിൽഡിംഗ് ആണ്. നമ്മൾ അതിനകത്ത് റൂമൊക്കെ പാർട്ടീഷൻ ചെയ്ത് ഒരു വീടാക്കി മാറ്റിയതാണ്. ഇതിൽ അതേപോലെ കണ്ണമ്പായിയുടെ പഴയ വീട് കാണിക്കുന്നത് നമ്മളെ കൊത്ത സെറ്റിട്ടുള്ള സ്ഥലത്തുനിന്ന് ഒരു ഏകദേശം ഒരു 10 കിലോമീറ്റർ പോയിട്ടുള്ള ഒരു സ്ഥലത്താണ് അത് സെറ്റ് ചെയ്തത്. അതിൻ്റെ അവിടേക്ക് ആവാനുണ്ടായ കാരണം അതിന് മുന്നേ കണ്ടൊരു ലൊക്കേഷൻ ഒരു പാടത്തിനോട് ചേർന്നിട്ടുള്ള ഒരു കേരളം ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം കിട്ടി. അവിടെ ആ വീട് നമ്മൾ തീരുമാനിച്ച് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പം ആ വീട്ടുകാരൻ ഷൂട്ടിന് തന്നില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഷൂട്ടിൻ്റെ ഏകദേശം 2-3 ദിവസം മുന്നെയാണ് നമ്മൾ പുതിയൊരു വീട് അന്വേഷണത്തിലേക്ക് ഇറങ്ങുന്നത്. ആ അന്വേഷണത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ ഒരു വീട് കിട്ടി. ഈ ഒരു അധികം ദൂരമില്ലാത്തൊരു സ്ഥലത്ത് കിട്ടി. അതിനെ ഒരു കളറൊക്കെ മാറ്റി നമ്മളുടെ ആയിട്ടുള്ളൊരു പാലറ്റിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അതിലെ നായകൻ്റെ ആദ്യം നായകനായിരുന്നു, നായകനും വില്ലനും ഒരുമിച്ചായിരുന്ന സമയത്തുള്ള ആ ഒരു പഴയ കാലഘട്ടത്തിൽ പറയുന്ന വീട് അങ്ങനെയാണ് ചെയ്തത്. ഒരു മലയുടെ മുകളിലായിരുന്നു ആദ്യം ഒരു ക്ലൈമാക്സ് ചെയ്തത്. ആ ക്ലൈമാക്സിൽ 5 ദിവസം എടുത്തു ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ക്ലൈമാക്സ് സിനിമയിൽ മാറിയിട്ട് വേറൊരു ക്ലൈമാക്സും കൂടെ ചെയ്യാമെന്നുള്ള തീരുമാനിക്കുകയും ആദ്യത്തെ ക്ലൈമാക്സ് മാറ്റി വയ്ക്കുകയും ചെയ്തിട്ട് നമ്മളത് എറണാകുളത്തുള്ള FACTയിലാണ് ആ ക്ലൈമാക്സിൻ്റെ പോർഷൻ സെറ്റ് ഇട്ടത്. നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് മധുരയിലാണ് ആ ക്ലൈമാക്സ് പോർഷൻ ചെയ്തിട്ടുള്ളത്. അതൊരു മലയുടെ അടിവാരം ആയിട്ടുള്ള സ്ഥലത്താണ്. അതിൻ്റെ ഫൈറ്റ് അത്ര പോരാ എന്നുള്ള തോന്നിയിട്ടാണ് ആ ഫൈറ്റിനെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള തോന്നിയിട്ടാണ് നമ്മൾ അത് കാസിനോയ്ക്ക് അകത്ത് തന്നെ ആ ഫൈറ്റ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം നമ്മൾ മൊത്തം ഷൂട്ട് കഴിഞ്ഞ് കാരക്കുടിയിൽ നിന്നും മധുരയിൽ നിന്നും എല്ലാവരും ഷിഫ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് എത്തി. അപ്പം ഇനി തിരിച്ച് അവിടെ പോയിട്ടൊരു ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നത് എളുപ്പമല്ല എന്നുള്ളത് തോന്നിയിട്ടാണ് നമ്മൾ എറണാകുളത്ത് അത് സെറ്റ് ഇട്ടത്. കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ സിനിമ നമ്മൾ പ്രതീക്ഷിച്ചത്ര തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല വന്നിട്ടുള്ളത്. ആ തിയേറ്റർ എക്സ്പീരിയൻസ് അതിനപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊക്കെ ഒരു നല്ലൊരു സ്പേസ് കിട്ടുന്നൊരു അനുഭവം ഉണ്ടാവുമായിരുന്നു. കിങ് ഓഫ് കൊത്ത എന്ന ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം.